റഷ്യക്കെതിരെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ. കഴിഞ്ഞ 2 വർഷമായി റഷ്യൻ എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും യൂറോപ്യൻ വിപണിയിൽ നിന്ന് അകറ്റി നിർത്താൻ ബ്രിട്ടൻ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ നിലപാടിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ഇന്ത്യയിലും തുർക്കിയിലും ശുദ്ധീകരിച്ച റഷ്യൻ ക്രൂഡ് ഓയിൽ വീണ്ടും ബ്രിട്ടീഷ് വിപണിയിലേക്ക് എത്തിക്കാൻ അനുമതി നൽകുന്ന പ്രത്യേക ലൈസൻസ് UK സർക്കാർ പുറത്തിറക്കി. ഈ തീരുമാനം വലിയ വാർത്താ സമ്മേളനങ്ങളോ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളോ ഇല്ലാതെയാണ് പുറത്തുവന്നത്. സർക്കാർ വെബ്സൈറ്റുകളിൽ ഒരു രേഖയായി ഇത് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. പിന്നീട് പാർലമെന്റിൽ സംസാരിക്കവേ ട്രേഡ് മന്ത്രി ഈ വിഷയത്തിൽ ചില പിഴവുകൾ സംഭവിച്ചുവെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇത് സാധാരണ ഒരു സാങ്കേതിക മാറ്റമല്ല എന്നും റഷ്യക്കെതിരായ ഉപരോധ നയത്തിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമാണെന്നുമാണ്. ഈ മാറ്റത്തിന് പിന്നാലെ പ്രധാന കാരണം ആഗോള ഊർജ്ജ പ്രതിസന്ധിയാണ്. US ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണൽ കടൽപ്പാതയിലൊന്നായ ഹോർമോസ് കടലൊടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടിട്ടു. യൂറോപ്പിലേക്ക് പോകുന്ന വലിയ തോതിലുള്ള ഇന്ധന കപ്പലുകൾ ഈ വഴിയിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. അതിൽ വിമാന ഇന്ധനത്തിന്റെ വലിയൊരു വിഹിതവും ഉൾപ്പെടുന്നു. കടലൊടുക്ക് അടച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണയും വിമാന ഇന്ധനവും വേഗത്തിൽ ക്ഷാമമായി. യൂറോപ്പിൽ വിമാന ഇന്ധനം വില വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇരട്ടിയിലധികമായി. ഫെബ്രുവരി അവസാനത്തോടെ ഏകദേശം $831 ആയിരുന്നു ഒരു ടൺ വിമാന ഇന്ധനത്തിന്റെ വില. ഏപ്രിൽ ആദ്യവാരത്തിൽ $1838 ഉയർന്നു. ഈ വിലക്കയറ്റം യൂറോപ്യൻ എയർലൈൻ കമ്പനികളെ വലിയ പ്രതിസന്ധിയിലാക്കി. പല വിമാന സർവീസുകളും റദ്ദാക്കേണ്ടി വന്നു. ചില കമ്പനികൾക്ക് അവരുടെ ബഡ്ജറ്റുകളും ചെലവുകളും നിയന്ത്രിക്കാൻ പോലും കഴിഞ്ഞില്ല. യാത്രാ ചെലവുകളും ചരക്ക് ഗതാഗത ചെലവുകളും കുത്തനെ ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടൻ ഉപരോധങ്ങൾ ഇളവ് നൽകേണ്ടി വന്നത്. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലും തുർക്കിയിലും എത്തിച്ച് അവിടെ ശുദ്ധീകരിച്ച ശേഷം മറ്റൊരു രാജ്യത്തിന്റെ ഉൽപ്പന്നമായി യൂറോപ്പിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. മുമ്പ് ഇതിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. എന്നാൽ പുതിയ ലൈസൻസിലൂടെ ഈ രീതിയിലുള്ള എണ്ണ ഇറക്കുമതിക്ക് ബ്രിട്ടൻ അനുമതി നൽകി. ഇത് താൽക്കാലിക തീരുമാനം മാത്രമാണെന്നാണ് ബ്രിട്ടന്റെ വിശദീകരണം. എന്നാൽ ഉക്രൈൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഉപരോധങ്ങൾ ഇളവാക്കുന്നതിലൂടെ റഷ്യയ്ക്ക് വീണ്ടും വലിയ സാമ്പത്തിക വരുമാനം ലഭിക്കും. യുദ്ധ ചെലവുകൾ നിറവേറ്റാൻ റഷ്യയ്ക്ക് ഇതിലൂടെ കൂടുതൽ സഹായകമാകുമെന്ന ഭയമാണ് അവർക്കുള്ളത്. ബ്രിട്ടൻ മാത്രമല്ല, അമേരിക്കയും ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. കടൽ മാർഗം പോകുന്ന റഷ്യൻ എണ്ണക്കപ്പലുകളുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ അമേരിക്ക നീട്ടിക്കൊടുത്തു. G7 രാജ്യങ്ങളുടെ ധനമന്ത്രിമാരുടെ യോഗത്തിൽ യൂറോപ്യൻ യൂണിയൻ ഈ തീരുമാനങ്ങളെ വിമർശിച്ചെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. യൂറോപ്പിലെ പല രാജ്യങ്ങളും രഹസ്യമായി റഷ്യൻ എണ്ണ ലഭിക്കാനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹംഗറിയും സ്ലോവാക്യയും ഇന്നും റഷ്യൻ എണ്ണയെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ്. ഇവിടങ്ങളിലേക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ എത്തുന്നത് പ്രധാനമായും ദുർഷിബ പൈപ്പ് ലൈൻ വഴിയാണ്. ഈ പൈപ്പ് ലൈൻ മധ്യ യൂറോപ്പിലെ നിരവധി ശുദ്ധീകരണ ശാലകളിലേക്ക് എണ്ണ എത്തിക്കുന്നു. ഈ രാജ്യങ്ങൾക്ക് മറ്റൊരു വഴിയിലേക്ക് പെട്ടെന്ന് മാറുക വളരെ ബുദ്ധിമുട്ടാണ്. പുതിയ തുറമുഖങ്ങളും പൈപ്പ് ലൈൻ സംവിധാനങ്ങളും നിർമ്മിക്കണമെങ്കിൽ വർഷങ്ങളോളം സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനും ഈ രാജ്യങ്ങളോട് കടുത്ത സമ്മർദ്ദം ചെലുത്താൻ മടിച്ചത്. മുമ്പ് യുക്രൈൻ അതിർത്തിയിലൂടെ പോകുന്ന പൈപ്പ് ലൈനിന്റെ ഒരു ഭാഗം ഡ്രോൺ ആക്രമണത്തിൽ കേടായപ്പോൾ ഹംഗറി വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കുന്നതുവരെ ഉക്രൈന് നൽകേണ്ടിയിരുന്ന യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തിക സഹായം തടഞ്ഞുവെക്കണമെന്ന് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ മുന്നറിയിപ്പ് നൽകി. സ്ലോവാക്യയും അദ്ദേഹത്തെ പിന്തുണച്ചു. പിന്നീട് ഹംഗേറിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സാഹചര്യം മാറി. അതിന് പിന്നാലെ പൈപ്പ് ലൈൻ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയും യുക്രൈന് നൽകേണ്ട സഹായ പദ്ധതികൾക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. ഒരു രാജ്യത്തിലെ ആഭ്യന്തര രാഷ്ട്രീയം പോലും അന്താരാഷ്ട്ര ഉപരോധ നയങ്ങളെ എങ്ങനെ ബാധിക്കണമെന്നത് ഇത് നല്ല ഉദാഹരണമാണ്. കടൽ മാർഗമുള്ള റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നത് താരതമ്യേന എളുപ്പമായിരുന്നു. കാരണം അതിന് പകരം മറ്റു രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ യൂറോപ്പിന് സാധിക്കും. പക്ഷേ പൈപ്പ് ലൈൻ വഴിയുള്ള എണ്ണ വിതരണം തടയുക അത്ര ലളിതമല്ല. പ്രത്യേകിച്ച് കടൽ തീരമില്ലാത്ത രാജ്യങ്ങൾക്ക് അത് വലിയ പ്രതിസന്ധിയാക്കും. ഹംഗറി, സ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക് പോലുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണയെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാത്രി കൊണ്ട് ആ ബന്ധം അവസാനിപ്പിക്കാനാകുമായിരുന്നില്ല. അങ്ങനെ ചെയ്താൽ അവിടെ ഊർജ്ജക്ഷാമവും വിലക്കയറ്റവും വലിയ സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധവും ഹോർമോസ് കടലൊടുക്കിലെ പ്രതിസന്ധിയും ഈ പ്രശ്നങ്ങളെ കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുകയാണ്. ശ്രദ്ധേയമായ കാര്യം, ഈ പുതിയ പ്രതിസന്ധിക്ക് പിന്നിൽ റഷ്യയ്ക്ക് നേരിട്ട് യാതൊരു പങ്കുമില്ല എന്നതാണ്. US ഇറാൻ സംഘർഷം ആരംഭിച്ചതും ഹോർമോസ് കടലൊടുക്ക് അടച്ചതും റഷ്യയല്ല. എന്നാൽ ലോക ഊർജ്ജ വിപണിയിൽ ഉണ്ടായ ഈ അനിശ്ചിതത്വത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഇപ്പോൾ ലഭിക്കുന്നത് റഷ്യയ്ക്കാണ്. ബ്രിട്ടൻ ഉപരോധങ്ങളിൽ ഇളവ് നൽകുകയും യൂറോപ്പിലെ പല രാജ്യങ്ങളും വീണ്ടും റഷ്യൻ എണ്ണയുടെ വഴികൾ തേടുകയും ചെയ്യുന്നതോടെ റഷ്യയുടെ എണ്ണ വ്യാപാരം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. ഒരിക്കൽ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച രാജ്യങ്ങൾ ഇന്ന് സ്വന്തം ഊർജ്ജ സുരക്ഷയ്ക്കായി അതേ റഷ്യ എണ്ണയെ ആശ്രയിക്കേണ്ട സാഹചര്യമാണുള്ളത്. ആഗോള രാഷ്ട്രീയം എത്ര വേഗത്തിൽ മാറുമെന്നതിന് ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.